പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് അവസാനിച്ചു. തിരഞ്ഞെടുപ്പ് ഫലം ഇടതുപക്ഷം കരുതിയതുപോലെ ആയല്ല വന്നത്. 2 തവണ ഈ മന്ത്രിസഭ അധികാരത്തിൽ വരാൻ ഇടതുപക്ഷം കൂട്ടുപിടിച്ചത് വർഗീയതയായിരുന്നു. പല കാരണം കൊണ്ടുമാണ് അവർ അധികാരത്തിൽ വന്നതെങ്കിലും ഈ വർഗീയ പ്രചരണം കൊണ്ടാണ് അധികാരത്തിൽ വന്നത് എന്ന് അവർ ന്യായമായും കണക്കുകൂട്ടി. മൂന്നാമത് ഒരു വട്ടം കൂടി ഭരണം ലഭിക്കുവാൻ ഇത് കുറച്ചുകൂടി ശക്തി കൂട്ടിയാൽ സാധിക്കും എന്നായിരുന്നു അവരുടെ കണക്കുകൂട്ടൽ. ഇതിനവർ കാര്യമായും ഒരു ടൂളായി ഉപയോഗിച്ചത് ജമാഅത്തെ ഇസ്ലാമിയായിരുന്നു. കേരളത്തിൽ വളരെ ന്യൂനപക്ഷമായ ജമാഅത്തെ ഇസ്ലാമിയെ അവർക്കറിയായതുകൊണ്ടല്ല, എന്നാൽ മുസ്ലിങ്ങളെ മൊത്തത്തിൽ വിമർശിക്കുവാൻ ഇവരെ ഉപയോഗപ്പെടുത്താം. ജമാഅത്തെ ഇസ്ലാമിയോട് മുസ്ലിം സംഘടനകൾക്കൊക്കെയും വിരോധമുണ്ട് എന്നും കൂടി കണക്കിലെടുത്താണ് അവർ ജമാഅത്തെ ഇസ്ലാമിയെ ഇതിന് കരുവാക്കിയത്. തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ മുസ്ലിം ലീഗ് ഈ തെരഞ്ഞെടുപ്പോടുകൂടി അവസാനിക്കും എന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു. അതിന് പുറമെ AK ബാലൻ UDF അധികാരത്തിൽ വന്നാൽ ആഭ്യന്തര വകുപ്പ് ജമാഅത്തെ ഇസ്ലാമിക്കാവും ലഭിക്കുക എന്നുവരെ പറഞ്ഞു. ഇതെല്ലാം ഇവിടുത്തെ വർഗീയ മനസ്സുള്ളവരെ പ്രീണിപ്പിക്കുവാൻ ആയിരുന്നു. BJP കേന്ദ്രത്തിൽ നരേന്ദ്രമോദി ചെയ്ത അതിൻ്റെ ഫോട്ടോ കോപ്പിയാണ് കേരളത്തിലും മുഖ്യമന്ത്രി ഇടതുപക്ഷം നടപ്പിലാക്കാൻ ശ്രമിച്ചത്. ഈ ശ്രമം നടക്കുമ്പോഴൊക്കെയും പലരും ചൂണ്ടിക്കാണിച്ചിരുന്നു, ഇത് നേരത്തെ കേന്ദ്രത്തിൽ കോൺഗ്രസ് പയറ്റി പരാജയപ്പെട്ട ഒരു രാഷ്ട്രീയ തന്ത്രമാണ്. കോൺഗ്രസ് ഈ തന്ത്രം കൊണ്ട് നഷ്ടമാണുണ്ടാവുക എന്ന്. എന്നാൽ അതൊന്നും ഇടതുപക്ഷം ചെവിക്കൊണ്ടില്ല. അവർ ശക്തമായി മുസ്ലിം വിരോധം തന്നെ എല്ലാ അളവിലും ശക്തമായും പറഞ്ഞുകൊണ്ടേയിരുന്നു. നേരത്തെ ഡൽഹിയിൽ പോയി ഹിന്ദു പത്രക്കാരെ വിളിച്ചു വരുത്തി ഒരഭിമുഖം കൊടുത്തപ്പോഴും മലപ്പുറം ജില്ലയെയും തീവ്രവാദത്തെയും മുസ്ലിങ്ങളെയും സംബന്ധിച്ച് പിണറായി വിജയൻ സംസാരിച്ചു. തൃശ്ശൂരിൽ ഇടതുപക്ഷ BJPക്ക് അനുകൂലമായി പല കാര്യങ്ങളും ചെയ്യുന്നതിന് പിണറായി വിജയൻ മൗനം പാലിച്ചു. അങ്ങനെ എല്ലാ നിലക്കും ഹൈന്ദവ വിഭാഗത്തിന് ആകർഷിക്കുന്ന നടപടികളായിട്ടായിരുന്നു അവർ മുന്നോട്ട് പോയത്. ഈ കൂട്ടുകെട്ടിൻ്റെ കൊണ്ടുണ്ടാകുന്ന നഷ്ടം അത് ഇടതുപക്ഷത്തിനാകും എന്ന് നേരത്തെ പറഞ്ഞത് അവർ കേട്ടില്ലെന്ന് ഞാൻ പറഞ്ഞു. ഇപ്പോൾ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ സംഭവിച്ചത് അതുതന്നെയാണ്. അതായത് ഹിന്ദു വർഗീയത ഹിന്ദുക്കളോട് കൂടെ നിന്നാൽ ഹിന്ദുക്കളുടെ വോട്ട് ഇടതുപക്ഷത്തിലേക്ക് പോരുമെന്ന കണക്കുകൂട്ടലുകൾ അപ്പാടെ പിഴച്ചിരിക്കുന്നു. അതാണ് ഞാൻ പറഞ്ഞത് നേരത്തെ കോൺഗ്രസ് പയറ്റി പരാജയപ്പെട്ട രാഷ്ട്രീയം എന്ന്. കോൺഗ്രസ് ഇങ്ങനെ മൃദു ഹിന്ദുത്വം സ്വീകരിച്ച് ഒരു വേള ബാബരി മസ്ജിദ് തകർക്കുവാൻ ഒത്താശ ചെയ്യുക കൂടി ചെയ്തപ്പോൾ ഹിന്ദു വിഭാഗത്തിൻ്റെ വോട്ട് മുഴുവൻ കോൺഗ്രസ്സിലേക്ക് വരും എന്നവർ കണക്കുകൂട്ടി. എന്നാൽ സംഭവിച്ചത് മറിച്ചായിരുന്നു. നല്ല തെളിഞ്ഞ വർഗീയത പറയുന്ന ഒരു BJPയുടെ ഉണ്ടാകുമ്പോൾ ഒളിഞ്ഞ വർഗീയത നടത്തുന്ന കോൺഗ്രസിനെ പിന്തുണയ്ക്കേണ്ടതില്ലെന്ന് അവർ കരുതി. അതേ അനുഭവം കേരളത്തിലുണ്ടായി. ഇങ്ങനെ വർഗീയതയ്ക്ക് അനുകൂലമായാണ് പാർട്ടി നീങ്ങുന്നതെങ്കിൽ ഇവിടെ അതിനുവേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഒരു BJP ഉണ്ടെങ്കിൽ ആ BJPയോടൊപ്പം നിന്നാൽ മതിയല്ലോ എന്ന് വോട്ടർമാർ കരുതുകയായിരുന്നു. അതിൻ്റെ പരിണത ഫലമാണ് ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ട് കാണിക്കുന്നത്. നേരത്തെ ഇടതുപക്ഷത്തെ പലരും വിമർശിച്ചുകൊണ്ടിരുന്നെങ്കിലും ഉള്ളുകൊണ്ട് ഇടതുപക്ഷം ഇവിടെ നിലനിൽക്കണം എന്നാഗ്രഹിച്ചവരായിരുന്നു അവരിൽ നല്ല ഒരു ശതമാനം.
പക്ഷേ അവർ പാർട്ടി പ്രവർത്തകരായിരുന്നില്ല, നിഷ്പക്ഷമതികളായിരുന്നു. എല്ലാ തിരഞ്ഞെടുപ്പിലും വോട്ട് പാറ്റേൺ നിയന്ത്രിക്കുന്നത്, വിജയപരാജയം നിയന്ത്രിക്കുന്നത് ഈ നിഷ്പക്ഷ വിഭാഗങ്ങളാണ്. തെരഞ്ഞെടുപ്പ് വന്നപ്പോഴും ഇതുതന്നെ അവർ ആവർത്തിച്ചു കൊണ്ടിരുന്നു. തിരുവനന്തപുരം കോർപ്പറേഷനിൽ കഴിഞ്ഞ തവണ വനിതാ മേയർക്കായിരുന്നു സംവരണത്തിൽ ലഭിക്കേണ്ടിയിരുന്നത്. അവിടെ എട്ടും പൊട്ടും തിരിയാത്ത ഒരു വനിതയെയാണ് മേയറാക്കിയത്. നേരത്തെ 3-4 തവണ വിജയിച്ച് രാഷ്ട്രീയ പാരമ്പര്യമുള്ള മുസ്ലിം സ്ത്രീ അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ മുസ്ലിം സ്ത്രീ കൊടുത്താൽ അവിടെ വർഗീയത വരും എന്ന് കരുതിയാണ് എന്ന് പറയുന്നു അവർ ഈ ആര്യയെ മേയറാക്കി. എന്നാൽ പ്രായക്കുറവുണ്ട്, അതുകൊണ്ട് ഒരു നിയന്ത്രണം വരുത്താൻ അവർ ശ്രമിച്ചതേയില്ല. എല്ലാം ആ മേയർക്ക് വിട്ടുകൊടുത്തു. അധികാരം കയ്യിലായതോടുകൂടി പ്രായത്തിൻ്റെ തളപ്പും ചേർന്ന് അവർ പല അഹങ്കാരങ്ങളും നടത്തുകയായിരുന്നു. പാർട്ടിയെല്ലാം നോക്കി നിന്നു. അവസാനം ഒരു പാവം KSRTC ബസ് ഡ്രൈവറുടെ നേരെ ആരെയും ഭർത്താവും കുരച്ചു ചാടുന്നത് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു. ആ ഡ്രൈവറുടെ അവസ്ഥ, നിസ്സഹായാവസ്ഥ കാണുമ്പോൾ തന്നെ നിഷ്പക്ഷരായ പല ഇടതുപക്ഷക്കാരും ഇത്തവണ BJPക്ക് വോട്ട് ചെയ്തിട്ടുണ്ടാവും. അവർക്കൊന്നും പരസ്യമായി പറയാൻ കഴിയുകയില്ലല്ലോ. ഇതാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ സംഭവിച്ചത്. എന്നാൽ ഇങ്ങനെയൊക്കെ ഈ മേയർ ഇങ്ങനെ നീങ്ങുമ്പോൾ ഒരു പാർട്ടി ഒരു ശാസന പോലും ഇവരെ പേരിൽ നടത്തിയില്ല എന്നത് അത്ഭുതകരവുമാണ്. ഇപ്പോൾ BJP തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചെടുത്തിരിക്കുന്നു. കോഴിക്കോട് കോർപ്പറേഷനിൽ ഇടതുപക്ഷത്തിൻ്റെ കോട്ടയായ കോഴിക്കോട് നേരത്തെ 7 സീറ്റുണ്ടായിരുന്ന BJP ഇപ്പോൾ 13 സീറ്റിലേക്ക് ഉയർന്നിരിക്കുന്നു. ജോൺ ബ്രിട്ടാസ് ഒരു ചോദ്യം KNMൻ്റെ സംസ്ഥാന സമ്മേളനത്തിൽ വെച്ച് ചോദിച്ചിരുന്നു. അതിന് കാരണം ഈ സമ്മേളനത്തിന് മുമ്പ് മജീദ് സലായി മറുനാടൻ ചാനലിൽ പോയി ഒരു അഭിമുഖം നൽകിയിരുന്നു. വളരെ വിവാദമായ ഒരു അഭിമുഖമായിരുന്നു അത്. ജോൺ ബ്രിട്ടാസ് ആകട്ടെ നേരത്തെ ഒരു വേള മുസ്ലിം ലീഗിനെയും മറികടന്നുകൊണ്ട് രാജ്യസഭയിൽ മുസ്ലിങ്ങൾക്ക് വേണ്ടി ഘോരഘോരം പ്രസംഗിച്ചിരുന്ന ഒരാളുമായിരുന്നു. ഇതുകൊണ്ടാവാം KNMകാർ ജോൺ ബ്രിട്ടാസിനെ സമ്മേളനത്തിലേക്ക് ക്ഷണിച്ചു. സാധാരണ ശ്രീധരൻപിള്ളയായിരുന്നു വന്നുകൊണ്ടിരുന്നത്. അങ്ങനെ സമ്മേളനത്തിൽ വന്ന ജോൺ ബ്രിട്ടാസ് സദസ്സിനെ നോക്കി ഒരു ചോദ്യം ചോദിച്ചു. ഈ RSSകാർ നിങ്ങളെ ഏതെങ്കിലും നിലയിൽ സഹായിക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഈ വാക്ക് ജോൺ ബ്രിട്ടാസ് 3 പ്രാവശ്യം ആവർത്തിച്ചു ചോദിച്ചു സദസ്സിനോട്. അതോടുകൂടി KNMകാർ കസേരയിൽ ഇരുന്ന് തിരിയുകയും പരസ്പരം മുഖത്ത് നോക്കുകയുമായിരുന്നു. അത്രമാത്രം ആ സമ്മേളനത്തിൻ്റെ ഏതാണ്ട് ശ്രദ്ധാകേന്ദ്രമായി മാറിയ ജോൺ ബ്രിട്ടാസിനെ പിന്നീട് നമ്മൾ കാണുന്നത് PM ശ്രീ പദ്ധതി കേരളത്തിൽ കൊണ്ടുവരാൻ നിർമ്മിച്ച പാലത്തിൽ വെച്ചാണ്. ഇതൊക്കെ മുസ്ലിം വോട്ടർമാരിൽ വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ഞാൻ ജോൺ ബ്രിട്ടാസ് ചോദിച്ചതുപോലെ ഒരു ചോദ്യമാണ് ഇതിലൂടെ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. പിണറായി വിജയനും ഇടതുപക്ഷ നേതാക്കളും ഹൈന്ദവ വർഗീയതയെ പ്രീണിപ്പിക്കാൻ വേണ്ടി വെള്ളാപ്പള്ളി നടേശനെ കൂടെ കൊണ്ടു നടന്ന് സുകുമാരൻ നായർക്ക് വേണ്ടതെല്ലാം കൊടുത്ത് തൃപ്തിപ്പെടുത്തി അയാളും വെള്ളാപ്പള്ളി നടന്ന വർഗീയ പ്രചാരണങ്ങളൊന്നും കണ്ടില്ലെന്ന് നടിക്കുകയും അതിന് പ്രോത്സാഹനം നൽകുകയും അവസാനം കാറിൽ കയറ്റിക്കൊണ്ട് നടക്കുകയും ഒക്കെ ചെയ്തതുകൊണ്ട് അതിൻ്റെ പേരിൽ ഇപ്പോൾ BJPയിലേക്ക് പോയ വോട്ടുകൾ ഇനി ഇടതുപക്ഷത്തിന് തിരിച്ചു പിടിക്കാൻ സാധിക്കുമോ? ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ BJPയിലേക്ക് പോയ വോട്ടുകൾ തിരിച്ചു പിടിക്കുവാൻ ഇടതുപക്ഷത്തിന് ഇനി സാധിക്കുമോ? ഇടതുപക്ഷത്തിന് ഇനി എപ്പോഴെങ്കിലും സാധിക്കുമോ?
എന്ന് മാത്രമാണ്.